നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പള്ളിയിൽ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികൾ. ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണെന്ന് ആക്ഷേപം. കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 38 വയസ്സുള്ള ഉമിത്, 32 വയസ്സുള്ള രാധ എന്നിവരാണ് മരിച്ചത്. രാധയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയതിന്റെ അടയാളങ്ങളുണ്ട്. വിഷം ഉള്ളിച്ചെന്നാണ് ഉമിതിന്റെ മരണം. ഞായറാഴ്ച രാത്രിയാണ് സംഭവമെന്ന് കരുതുന്നു. സിംഗപ്പൂരിൽ ബിസിനസ്സുകാരനായ തൊടുപുഴ സ്വദേശി സിജോയുടെ പോട്ട വാഴക്കുന്നിലുള്ള ബംഗ്ലാവിലെ ജോലിക്കാരായിരുന്നു ഇരുവരും. സ്ഥിരം മദ്യപിച്ച് ദമ്പതികൾ വഴക്കിടാറുണ്ടെന്ന് വീട്ടുടമ പറയുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മറ്റൊരു യുവാവായിരുന്നു നേരത്തെ ബംഗ്ലാവിലെ ജോലിക്കാരൻ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാട്ടിലേക്ക് പോയ ഇയാൾ താൽക്കാലികമായാണ് ഉമിത്തിനെയും രാധയെയും ജോലിക്ക് ഏർപ്പാടാക്കിയത്. സിജോയുടെ ഔട്ട് ഹൗസിലായിരുന്നു ഇരുവരുടെയും താമസം. ഞായറാഴ്ച പല സമയത്തും ഇവിടെ നിന്നും ബഹളം കേട്ടിരുന്നു. തിങ്കളാഴ്ച ഇവർ ജോലിക്കെത്തിയില്ല. രാത്രിയായിട്ടും വീട്ടിൽ നിന്ന് അനക്കം കേൾക്കാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടിലെത്തി ജനാലയുടെ നോക്കിയപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പള്ളിയിൽ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. 100ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പ്രത്യേക പദ്ധതിക്കാണ് തുടക്കമായത്. തെർമൽ ഡ്രോൺ മാപ്പിംഗ് അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സ്പെഷ്യൽ ഡ്രൈവ്. കാട്ടാനശല്യം ചർച്ച ചെയ്യാൻ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനമായത്. അതിരപ്പള്ളിയിലേത് ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കൃത്യമായി കാണാൻ വനാതിർത്തിയിലെ കാട് വെട്ടിത്തളിക്കുന്ന നടപടികൾക്കും തുടക്കമായി. തെർമൽ ഡ്രോൺ മാപ്പിംഗ്, സോളാർ ഫെൻസിംഗ്, ട്രഞ്ച് എന്നിവ ഉൾപ്പെടുന്ന ത്രിതല പ്രതിരോധ സംവിധാനം മേഖലയിൽ നടപ്പിലാക്കുമെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ അപകടകാരികളായ കാട്ടാനകളെ പിടികൂടി ഉൾക്കാട്ടിൽ തുറന്നുവിടാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ശനിയാഴ്ച കാട്ടാന ആക്രമണത്തിൽ വൈശ്ശേരി സ്വദേശി മോഹനൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനംവകുപ്പ് നടപടികൾ ദ്രുതഗതിയിൽ ആക്കിയത്. മോഹനന്റെ വീട് സന്ദർശിച്ച മന്ത്രി കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനംവകുപ്പ്. വിറ്റ്ലപാറ ഭാഗത്താണ് ആനക്കൂട്ടം പുഴയിൽ തമ്പടിച്ചത്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി ആരംഭിച്ചത്. വിവിധ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വനംവകുപ്പ് വാച്ചർമാരുമാണ് മേഖലയിലെത്തിയത്. വനംവകുപ്പ് ഓപ്പറേഷൻ ഹെഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ സുനിൽകുമാർ നേതൃത്വം നൽകി. 2 സംഘങ്ങളായാണ് ആനകളെ തുരത്തുകയെന്ന് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് പറഞ്ഞു. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്തെത്തിയ ആന, അതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ആ കാണുന്നതാണ് വടക്കാഞ്ചേരി ചേലക്കര റോഡ്. ഈ വടക്കാഞ്ചേരി ചേലക്കര ഹൈവേയിൽ നിന്ന് വിളിപ്പാട് അകലെയാണ് കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസവും ആന ഇറങ്ങിയത്. തൊട്ടപ്പുറത്ത് നമുക്ക് റബ്ബർ എസ്റ്റേറ്റ് കാണാം. ഈ റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ നിന്നാണ് ആന കടന്നു വന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമീപകാലത്ത് കിള്ളിമംഗലം, ചേലക്കര, വടക്കാഞ്ചേരി മേഖലകളിൽ ആനശല്യം രൂക്ഷമാണെന്ന് പറയുന്നു. ഈ ഉതുവടി, ഇപ്പോൾ നിൽക്കുന്നത് ഉതുവടി എന്നയിടത്താണ്. ഈ ഉതുവടിയിൽ ആദ്യമായാണ്, സമീപകാലത്ത് ഇവരുടെ ഓർമ്മകളിലൊന്നുമില്ല ഇവിടെ ആന ഇറങ്ങിയത്. ആ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയ ആന ഇവിടെ മതിൽ തകർത്തതിന് ശേഷം അകത്തേക്ക് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാവിൽ നിന്ന് ചക്കയിട്ട് കഴിക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ചു വന്നു. ആദ്യത്തെ ദിവസം അവർക്ക് ആനയാണെന്ന് മനസ്സിലായില്ല കുടുംബത്തിന്. ഈ വീട് TCVയുടെ നേരത്തെ റിപ്പോർട്ടറായിരുന്ന റിൻസന്റെ കൂടി വീടാണ്. അവരുടെ വീട്ടുകാർക്ക് ഈ ആനയെ അടുത്ത് കണ്ടതിലുള്ള ഞെട്ടൽ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആന വീട്ടുമുറ്റത്തെത്തി അല്ലേ? വീട് മുറ്റത്തെത്തി ആന.
ആന ഞങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് ഏൽപ്പിന്നുള്ള ഭയപ്പാട് കൊണ്ട് ഞങ്ങൾ വീടിനകത്ത് കയറി അതിലടച്ചു. വന്നിട്ട് ജനലിൽ കൂടെ ഞങ്ങൾ ഈ ആനേനെ ഫുള്ളായിട്ട് കണ്ടത്. കൊമ്പനാനയാണ്. ഏറെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓർമ്മയിൽ ആദ്യമായാണ് ഉതുവടിയിൽ ആനയെത്തുന്നത്. ആനത്തുന്നത് ഈ കാലമായിട്ട് ആന ഇവിടെ എത്തിയിട്ടേ ഇല്ല. ജനലരികിൽ നിന്ന് ആ ആനയുടെ വീഡിയോ എടുത്തിരുന്നല്ലേ തൊട്ടടുത്ത് മുമ്പ് വരെ എത്തി. എന്താ പെട്ടെന്ന് പേടിച്ചു പോയി? പിന്നെ പക്ഷേ എല്ലായിടത്തും ഇറങ്ങിയപ്പം ആനയുടെ ദൃശ്യങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആനയുടെ വീഡിയോ എടുക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. പേടിച്ചാലും വേണ്ടില്ല എടുക്കാമെന്ന് കരുതിയിട്ട് അതൊന്ന് എല്ലാവർക്കും കൈമാറും ചെയ്യാം. ആന എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ CCTV ഉണ്ട്, പക്ഷെ നമുക്കതിൽ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കുറച്ച് ചേട്ടയാണല്ലോ അത് ചെയ്തു വെച്ചേക്കണത്. അതുകൊണ്ട് എനിക്കത് നേരെ കിട്ടാത്തതുകൊണ്ട്, പക്ഷേ മീഡിയക്കാർ വന്ന് നോക്കി, എടുക്കാനൊക്കെ നോക്കി, മറ്റേ കേബിൾ കണക്ട് ചെയ്ത് നോക്കി, പക്ഷെ അപ്പോഴും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അത് എടുക്കണം വന്നപ്പോൾ ഞാൻ കണ്ട സ്ഥിതിക്ക് അങ്ങ് എടുത്തു. നല്ല ഉറങ്ങാനൊന്നും പറ്റിയില്ല. അന്നത്തെ ദിവസം ഇവിടുന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി വരിക ചെയ്തത്. ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കണത്. അപ്പോൾ പിന്നെ ആ മതിൽ തകർത്ത ആൾക്ക് ആ ജനൽ തകർക്കാൻ വലിയ പ്രയാസമില്ലല്ലോ എന്നുള്ള ഭയം കൊണ്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആനയെ തൊട്ടടുത്ത് കണ്ട ആ ഞെട്ടൽ ഇപ്പോഴും വീട്ടുകാർക്ക് മാറിയിട്ടില്ല. ചെറിയ കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കരച്ചിലായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ നിന്ന് ആന ഇവിടെ എത്തി ഈ വലിയ ഇരുമ്പിൻ്റെ മതിൽ അത് ചാടിക്കടന്നാണ് ആന പോയത്. ഇങ്ങനെ പതിവായി ഈ മേഖലയിൽ ആന ഇറങ്ങുമ്പോൾ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ഉതുവടി മേഖലയിലൊക്കെ ഇവരുടെ ഓർമ്മയിൽ തന്നെ ആന ഇറങ്ങിയതായിട്ടുള്ള ഓർമ്മയൊന്നും ഇവരുടെ ഓർമ്മയിലില്ല. ഈ ആന കടന്നു വരുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ്. വനം വകുപ്പ് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണുള്ളത്. നഗരസഭയുടെ പ്രകാശനഗരം പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച തെരുവിളക്കുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ സമയത്തും അണയാതെ കിടക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ പടിഞ്ഞാറേ നട മുതൽ കോയ ബസാർ വരെയുള്ള ഭാഗത്ത് മാത്രം 22 ലൈറ്റുകളാണ് ഇത്തരത്തിൽ പകൽ സമയത്തും കത്തുന്നത്. ഇതിനു പുറമെ കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് സമീപമുള്ള ലിങ്ക് റോഡിലും 10ഓളം വിളക്കുകൾ പകൽ സമയത്ത് പ്രകാശിക്കുന്നുണ്ട്. ടൈമർ സംവിധാനത്തിലെ തകരാറോ അല്ലെങ്കിൽ കൃത്യമായ മേൽനോട്ടമില്ലായ്മയോ ആണ് ഈ ഊർജ്ജ ദുരുപയോഗത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പകൽ സമയത്ത് വൈദ്യുതി വൻതോതിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ രാത്രികാലങ്ങളിൽ നഗരത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇരുട്ടിലാണ്. റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള ജനത്തിരക്കേറിയ പല പ്രദേശങ്ങളിലും രാത്രിയായാൽ തെരുവ് വിളക്കുകൾ കത്താറില്ല. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുന്നതിൽ നഗരസഭയും KSEBയും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. TCV ന്യൂസ്, ഗുരുവായൂർ. കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തുമെന്ന് സൂചന. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അതിശക്തമായ മഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. ജാഗ്രതയുടെ ഭാഗമായി വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും, വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് മുതുവട്ടൂർ ഏനുവീട്ടിൽ ഫിറോസ്, റഫീദ, ഫൈഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് മറുവശത്തുള്ള വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പ്രദേശവാസികൾ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിന്റെ മുൻവശവും വീട്ടുമതിലും തകർന്നു. തൃശൂർ CSI പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് പറമ്പിലേക്ക് ഇടിച്ചു കയറി. പെട്രോൾ പമ്പിന് സമീപമുള്ള പറമ്പിലേക്കാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. സ്ഥലമുടമ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷപ്പാമ്പുകളുടെ താവളമായി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണം. ഇതിന് ഉണ്ടാകുന്ന ചെലവ് പിന്നീട് ഉടമയെ കണ്ടെത്തുമ്പോൾ ഈടാക്കാവുന്നതാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. അപകടകരമായ സാഹചര്യമാണെങ്കിൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി കാത്തിരിക്കേണ്ടതില്ല. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇത്തരം ശല്യങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി തടത്തിൻകര വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. പെരുവല്ലൂർ കണ്ണങ്കത്ത് സ്വദേശി ഊരുപറമ്പിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് പ്രതി ആക്രമണം നടത്തിയത്. വിഷ്ണുവിന്റെ ഭാര്യയുടെ പരാതിയിൽ മനോജിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിഷ്ണുവിന്റെ വീട്ടിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ബഹളം കേട്ട് യാതൊരു പ്രകോപനവുമില്ലാതെ മനോജ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്നാണ് പരാതി.
പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. രേണു പി ദേവ്, എസ് ഹർഷിത്, MD റിജേഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ടാണ് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ ഭരണപക്ഷ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 132 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ജനപ്രതിനിധികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ടെമ്പിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നഗരസഭാ ഓഫീസിലെത്തി സെക്രട്ടറിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കൗൺസിലർമാർക്കെതിരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തെ തുടർന്ന് നഗരസഭയിൽ ഭരണ, പ്രതിപക്ഷ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടാണ് ഷാനിമോൾക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ട് ലഭിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് ചെയ്തില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഭരണപക്ഷത്തെ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവരും പ്രതിപക്ഷത്തെ CK ഹരീന്ദ്രനും അവധിയിലായിരുന്നു. 35 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത്. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ. അരൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരള സർവകലാശാല സെനറ്റ് അംഗം, AICC സെക്രട്ടറി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. തൃശൂർ അമല ആശുപത്രിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഡോക്ടറുടെ പണവും മറ്റും മോഷ്ടിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി ദീപ്തിയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ധനവില വർധനയിലൂടെ കേരളത്തിന് കിട്ടുന്ന അധിക നികുതി വരുമാനം കുറയ്ക്കുന്ന മണ്ടത്തരം കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ KN ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 3100 കോടി രൂപയുടെ അധിക വരുമാനമുണ്ടായിട്ട് 1 രൂപ പോലും കുറച്ചില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ചെയ്യില്ലെന്നാണ് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. അത്തരം മണ്ടത്തരം ചെയ്യാനാണോ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇന്ധന പാചകവാതക വിലവർധനയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ ഇടപെടലിന് തുടക്കമിട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ ഊർജ്ജ സുരക്ഷയും ഉപഭോക്തൃ സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ച് മന്ത്രി രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുള്ള വികസന പരിഷ്കാരങ്ങൾക്ക് സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ, ആധുനിക ബില്ലിംഗ് സംവിധാനത്തിലെ തർക്കങ്ങൾ, വിവിധ ഗ്രാമീണ മേഖലകൾ നേരിടുന്ന ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് ജനകീയ ഇടപെടലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ പുതിയ സാങ്കേതിക വിദ്യകളുടെ നടപ്പാക്കൽ, സൗരോർജ്ജ വികസനം, KSEB ഓഫീസുകളുടെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തൽ തുടങ്ങി വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. തിരിച്ചെത്താം ഇടവാലിക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവല്ലോമല പട്ടിപ്പറമ്പ് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കുള്ള റോഡിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ടു തള്ളുന്നു. പഴകിയ തുണിത്തരങ്ങളും ഡയപ്പറുകളും കിടക്കകളും പാതയോരങ്ങളിൽ തള്ളിയിട്ടിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപം കൂടുതലായും ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാതെ നൂറുകണക്കിന് ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ളവ തകിടം മറിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പെരുന്നാൾ ദിനത്തിൽ പെൻഷൻ നൽകാതെ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുകയും ഇത് 5 ദിവസം വരെ വൈകി വിതരണം ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി.
ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയ വഴി UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കിയെന്ന് വ്യാപകമായി വാർത്ത നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സർക്കാരിനെ കരിവാരി തേക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ ഗവൺമെന്റ് അത് നൽകിയിട്ടും സഹകരണ ബാങ്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ നേതൃത്വം അത് തടഞ്ഞു വെച്ച് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകാതെ UDF ഗവൺമെന്റ് പെൻഷൻ നൽകിയില്ല എന്ന കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും എരുമപ്പെട്ടിയിലെ CPMന്റെ നേതൃത്വം അത്തരത്തിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം അതിൽ പരിശോധന നടത്തിയപ്പോൾ 26-ാം തീയതി പെൻഷൻ നൽകേണ്ട പണം ഈ CPM ഭരണ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളിൽ എത്തുകയും എന്നിട്ടും അത് നൽകാതെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് ശേഷം അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM നടത്തിയിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. BJP അരവൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് മിണാലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. BJP വടക്കാഞ്ചേരി 11-ാം ബൂത്ത് ഇൻചാർജ് മഹേഷ് കിഴുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, R ഗിരിജൻ നായർ, BJP മണ്ഡലം സെക്രട്ടറി ബിനീഷ്, മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച തൃശൂരിൽ കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കും. വൈകിട്ട് 4-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാഘോഷം MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ, പാലക്കാട്, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 600ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ സെൻട്രൽ സോൺ പ്രസിഡന്റ് PJ ജോർജ് കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി CA ഷാഹുൽ ഹമീദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രണോജ് V പ്രഭാകർ, തോംസൺ വാഴപ്പിള്ളി, സാബു ആന്റണി എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. വരെ നഷ്ടമായി. ഒരാൾ നമ്മളെ കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ ഒരു ഭർത്താവും ഇങ്ങനെ തൂങ്ങി മരിച്ച് എല്ലാവരും പല പ്രതിസന്ധികൾ. എന്നിട്ട് ഇപ്പോൾ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. വേറെ പുതിയ ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. അതുപോലെ ഓൾറെഡി ഓല് പൊട്ടിക്കെടുക്കുന്ന സമയത്ത് തന്നെ പിന്നും ആൾക്കാരോട് പൈസ വാങ്ങി. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നമുള്ള സമയത്തും ഓല് പേര് മാറ്റിയിട്ട് ഇത് നമ്മൾ സ്പർശ ഗോൾഡ് മുഖാന്തരമാണ് പൈസ അടിച്ചത്. ഇപ്പോൾ വേറെ റോയൽ പാസിന എന്താ ഒരു പേരിലൂടെ ഇപ്പോൾ വേറെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഈ MD അവിടെ ഉണ്ട്. MD ഇതുവരെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഹോട്ടൽക്കാർ പോലുമായിട്ട് എന്താ ബന്ധമുണ്ട്. അതുകൊണ്ട് MD ഇതുവരെ നമ്മളെ മുന്നിൽ പെട്ടില്ല. പോലീസുകാർ മുഖാന്തരം നമ്മളെ പുറത്താക്കി. അത് എൻ്റെ മകൾ ഞങ്ങളൊന്നും അറിയാതെ അവൾക്ക് കൊടുത്ത സ്വർണം വിറ്റിട്ട് 3 ലക്ഷം രൂപ ഇട്ട്. അപ്പോൾ പിന്നെ അവളെ ഭർത്താവ് കള്ളുടിച്ച് വന്നിട്ട് അവളെ അടിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ മാനസികമായ അച്ഛനാണ്. അച്ഛന് സഹിക്കാൻ പറ്റാതായപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചു. ഇത് ആ പൈസ കിട്ടിയില്ലാതെ അവളെ വീട്ടിൽ ചെല്ലണ്ടെന്നാ പറയുന്നത്. ഞങ്ങളോട് ഇട്ട പൈസ ഡബിൾ നിങ്ങൾക്ക് ആക്കി തരാന്ന് പറഞ്ഞിട്ട് പാവങ്ങളെക്കൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്കും ഒരു വീട്ടുണ്ടായിക്കോട്ടെ, അവർക്കും കുറച്ച് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിൽ വന്നത്. പക്ഷെ ഞങ്ങൾക്കും ഇല്ല, കൊടുത്ത അവർക്കും ഇല്ല. ഇത് മുങ്ങി നടക്കുകയാണ്. അവരെ പൊക്കൽ ഞങ്ങൾ അത്യാവശ്യമാണ്. 17 പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത മാസം 10 ദിവസം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഇതാക്കില്ല. ഞാൻ ഇവർ 3 ആൾ പോയിട്ട് ഞങ്ങൾ റൂമിലിട്ടിട്ട് പൂട്ടിയിട്ട് മെയിൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അല്ല ഇവിടെ എറണാകുളം എൻ്റെ പോക്കറ്റിന് എൻ്റെ പൈസ വരെ അവർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഉവൈസ് പറഞ്ഞ ആള് എൻ്റെ പോക്കറ്റിന് പൈസ വരെ എടുത്തിട്ടുണ്ട്. ഉവൈസ് സോഫിയ പറഞ്ഞ 2 പേരാണ്. എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അതിൽ കുറേ ആളുകളെ പൈസ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു നമ്മൾ പുതിയൊരു ഫേം RRG എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫേം തുടങ്ങുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ നിന്ന് കുറേ ആളുകളെയൊക്കെ
അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തരാം, എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ RRG അപ്പോൾ ആൾക്കാരുടെ എന്താ വിചാരിച്ചു, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ. പക്ഷേ ഈ RRGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും നടന്ന അവസ്ഥ വേറെ തന്നെയാണ്. പിന്നെ അവർ അടുത്തൊരു കമ്പനിയിൽ നിന്ന് വേറെന്തോ ഒരു അങ്ങനെ വേറൊരു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത തട്ടിപ്പ് ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ ഗരുഡയിലായിരുന്നു അതിൻ്റെ മീറ്റിംഗ്. അത് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ മീറ്റിംഗ് ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുക. അടുത്ത ടീമിനെ അടുത്ത ഗ്യാങ്ങിനെ ഒരു കൂട്ടാന്നുള്ള രീതി അതറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നുള്ളത്. അതെ, ഗരുഡ പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളടക്കം ഞങ്ങൾ മേലേക്ക് വരിക ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പൈസ കിട്ടും പോലെ വാങ്ങിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? കല്യാണത്തിന് ഒരു കുട്ടി ആഭരണം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഏൽപ്പിച്ചാണ്. കുറച്ച് ഗഡുക്കളായിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ തരുന്ന 2-3 പ്രാവശ്യമായിട്ട് തന്നു കുറച്ച് പണ്ടും. ബാക്കി പൈസ ഒക്കെ അവരെടുത്ത് ഇരിപ്പാണ്, നമുക്ക് തരുന്നില്ല. അവർ 1.5 കൊല്ലമായി ഇപ്പോൾ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അത് 23 രൂപ, 22ഉം 1.5 മിനിറ്റും അത് കൂട്ടിയിട്ട് 23 രൂപ അവരെടുത്ത് ഡിപ്പോസിറ്റാണ്. അതിലേക്ക് ഇപ്പോൾ അവിടെ 23 ലക്ഷം. അതിലൂടെ ആകെ 8.5 പവന് തന്നിട്ടുള്ളൂ. ബാക്കി പൈസ ഫണ്ടൊന്നും തന്നിട്ടില്ല. 1.5 കൊല്ലമായി എന്നെ കയറാക്കണം. ഇപ്പോൾ ഈ ജൂലൈ മാസമാണ് എൻ്റെ പേരക്കിട്ട കല്യാണം. എനിക്കിപ്പോൾ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യണം? എൻ്റെ ഇരിപ്പിടം വിറ്റിട്ടാണ് പൈസ കൊടുക്കുക. കല്യാണം നിർത്താൻ പറ്റുമോ? അവിടെ ചില്ലറി തുടങ്ങിയിട്ട് ആ ചില്ലറി കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ഇതിൽ ഉണ്ടായത്. അവിടെ എല്ലാ ചില്ലറി പൂട്ടി, ഇപ്പോൾ ഒരു ചില്ലറി ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് ഇവരൊക്കെ പോയി. എന്നിട്ട് ഇവർ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് റെഡി ആവും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് റെഡി ആയിട്ടില്ല. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷൻ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സർവീസിൽ നിന്ന് വിരമിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഭക്കിലാലിന് ആദരവും നൽകി. സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് KK സുൽഫി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ഉയർന്ന മാർക്ക് നേടിയ ഷിഫാന ഷിറിന് സ്കൂൾ സെക്രട്ടറി PK അബ്ദുറഹ്മാൻ ആദിത്യൻ മെമ്മോറിയൽ എൻഡോമെന്റ് സമ്മാനിച്ചു. ഹെഡ്മിസ്ട്രസ് അനീസ, അലുമിനി പ്രസിഡന്റ് ശ്രീവിദ്യ, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, അലുമിനി ട്രഷറർ ഷെഫീഖ്, വൈസ് പ്രസിഡന്റ് സിനി തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് സത്യദേവ് എറവ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, ഹെഡ്മിസ്ട്രസ് ജയന്തി N മേനോൻ, PTA പ്രസിഡന്റ് PB ജോഷി, വാർഡംഗം സിന്ധു ശിവദാസ്, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, സെക്രട്ടറി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാംകടവ് HSF മേരീസ് CLP സ്കൂൾ പ്രവേശനോത്സവം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. SHF കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഗീതി മരിയ അധ്യക്ഷത വഹിച്ചു. കണ്ടശാംകടവ് നേറ്റിവിറ്റി ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമൽ, വാർഡ് മെമ്പർ ജോജു തേക്കാനത്ത്, PTA പ്രസിഡന്റ് ടിൻഡോ മാങ്ങൻ, BRC കോർഡിനേറ്റർ ശ്വേത, OSA ചെയർമാൻ ഷാലി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കാൽഡിയൻ സിറിയൻ LP സ്കൂളിലെ പ്രവേശനോത്സവം കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ OU ജിൻസി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ബൈജു വർഗീസ് 100ാം വാർഷികത്തിന്റെ വിളംബര പ്രഖ്യാപനം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സാജി ടി മാത്യു, ഫാദർ ഡേവിസ് താലോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 13-നാണ് തിരുനാൾ. ഇളവള്ളി നിഹാരം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണാഭമായി. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ഇളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ സിവിൽ ലൈൻ വോക്കേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് KP അജയകുമാറിനെയും
വൈസ് പ്രസിഡന്റായി ബിൻസി നിയാസിനെയും സെക്രട്ടറിയായി ജെയിംസ് മുട്ടിക്കലിനെയും ജോയിന്റ് സെക്രട്ടറിയായി ഷൺമുഖനെയും ട്രഷററായി ബാലചന്ദ്രൻ സുഭാഷിനെയും തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട്ട് വീട്ടിൽ അജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. പടിയൂർ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി പാമ്പിനെ പിടികൂടി. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 7-ന് തിരുഹൃദയ തിരുനാളും 9-ന് ഊട്ടുതിരുനാളും ആഘോഷിക്കും. തിരുനാൾ ദിനം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. കുന്നംകുളം നഗരസഭയിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. ജനറൽ വിഭാഗം സൂപ്രണ്ട് റീജ റാഫേൽ, കണ്ടിജന്റ് തൊഴിലാളി കളായ ദാസൻ, സതീശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനോയ് ബോസ്, റവന്യൂ വിഭാഗം ഓഫീസർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പള്ളിയിൽ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. ചേലക്കര ഒതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികൾ. ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണെന്ന് ആക്ഷേപം. കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.